എഴുത്തച്ഛൻ ആധ്യാത്മരാമായണം രചിക്കുന്നതിൻ്റെ 5 വർഷം മുമ്പ് മുഹീദ്ദീൻ മാല രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിലെ ഏതാനും ചില വരികളിലേക്ക് നമുക്ക് കണ്ണോടിക്കാം. بالكتب رباني والغوث صمداني نجينا من كل آفات يا الله എല്ലാ ഫോളുതുമ്മോ ദിച്ചാൽ ഗുരുബാകും എൻ ഫോളുത ഫോളും ഉണ്ടെന്ന് ലോകത്ത് ഒരുപാട് അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും സാധാരണക്കാരും കടന്നുപോയിട്ടുണ്ട്. ജീവിതത്തിൽ വ്യക്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച് പ്രശസ്തി നേടിയവർ ഇക്കൂട്ടത്തിലുണ്ട്. എന്നാൽ ഇവരുടെ പ്രശസ്തി ലോകാവസാനം വരെ നിലനിൽക്കുന്നത് കുറച്ചു പേർ മാത്രമാണ്. ഈ ഗണത്തിൽ പെടുന്നവരാണ് ശൈഖ് അവറുകൾ. മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, പൂർവികരുടെ സൂര്യൻ അസ്തമിച്ചു, എൻ്റെ സൂര്യൻ മേലാകാശത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ഇവിടെ മഹാനവറുകൾ സൂര്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനവറുകളുടെ പ്രശസ്തി ലോകമാകും ആസകലം എന്നും നിലനിൽക്കുമെന്നുള്ളതാണ്. ഈ ഒരു ആശയത്തിലേക്കാണ് കവി നമ്മെ സൂചിപ്പിച്ചത്. ഇതിൽ ഫൊളുദ് എന്നതിൻ്റെ അർത്ഥമാണ് സൂര്യൻ എന്നുള്ളത്. കുഫിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാമാൻ ഞാൻ നിങ്ങളെ കൽവകം എന്നോവ. നമുക്കറിയാം, അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും കാഴ്ചയും അറിവും സാധാരണയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പിന്നിലുള്ള സഹാബത്തിനെ കണ്ടതും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങകലെയുള്ള നഹാവന്തിലെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സൈന്യത്തിന് നിർദ്ദേശങ്ങൾ കൊടുത്തതും സൈന്യത്തെ മദീനയുടെ മിമ്പറിൽ നിന്ന് കണ്ടതും സാധാരണമായ കാഴ്ച കൊണ്ടല്ല. ഇതേപോലെയാണ് ശൈഖ് അവറുകളുടെ കാഴ്ച ശക്തിയും. ശൈഖ് അവറുകൾ പറയുന്നു, ശരീഅത്തിന്റെ കടിഞ്ഞാൺ നൂൽ എൻ്റെ നാവിനില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. മഹാനവറുകളുടെ കാഴ്ച ശക്തി എന്നുള്ളത് അപാരമാണ്. എന്റെ വചനത്തെ പൊയ്യെന്ന് ചൊല്ലോകിൽ അപ്പോളെ കൊല്ലുന്ന നെഞ്ച് ഞാനെന്നോവർ അവരുടെ ദിനെയും ശേഷം ദുനിയാവേയും ആഖിറം തന്നെയും പോക്കും മാതെന്നോവർ. ഖാദി മുഹമ്മദ് തങ്ങൾ ഇവിടെ ഉപയോഗിച്ച പദം നഞ്ഞ് എന്നുള്ളതാണ്. നഞ്ഞ് എന്ന പദത്തിൻ്റെ മലയാളാർത്ഥം വിഷം എന്നുള്ളതാണ്. വിഷത്തെക്കുറിച്ച് നമുക്ക് ഏവർക്കും പരിചിതമാണ്. എന്തെന്നാൽ വിഷം അറിഞ്ഞുകൊണ്ടും അറിയാതെ അകത്ത് ചെന്നാലും ശരീരത്തിന് അത് നാശം സംഭവിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഇതേപോലെയാണ് മഹാനവറുകളെ കളവാക്കുന്നതും. മഹാനവറുകളെ കളവാക്കിയാൽ ആഖിറം നഷ്ടപ്പെടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എന്തായാലും ആഖിറം നഷ്ടപ്പെടും, ദുനിയാവും നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ ദുനിയാവ് രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ, ദുനിയാവിൽ സുഖലോലുപതയിലാണോ എന്ന് വെച്ചുകൊണ്ട് മഹാനവറുകളെ കളിയാക്കിയവർ ആരും ആഖിറത്തിൽ രക്ഷപ്പെടുകയില്ല എന്നുള്ളത് തീർച്ച. ശൈഖ് അവറുകളെ കുറിച്ച് നല്ലത് മാത്രമാണ് വിചാരിക്കേണ്ടത് എന്നല്ല, എല്ലാ ഔലിയാക്കൾ അമ്പിയാക്കളെ കുറിച്ചതും നല്ലത് മാത്രമേ വിചാരിക്കാവൂ. കാരണം എന്തെന്നാൽ നമ്മുടെ ലക്ഷ്യം ഈ ലോകത്ത് വിജയിക്കലല്ല. നാളെ ആഖിറത്തിൽ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മൾ വിജയിക്കണം, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നാം രക്ഷപ്പെടണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് നമുക്കുള്ളത്. അതിന് ഏക വഴി മഹാനവറുകളെ കുറിച്ച് നല്ലത് പറയുക, നല്ലത് ചിന്തിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ആശയത്തിലേക്കാണ് ഈ വരി നമ്മളെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഏകളുടയവൻ ഏകളരുളാരെ ഇത്തരമെത്തീര വണ്ണം പറഞ്ഞോവ. അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം ഇത്തരത്തിലുള്ള എത്രയോ സംഭവങ്ങൾ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. മഹാൻ തൻ്റെ മുരീദന്മാർക്ക് തൻ്റെ അപാരമായ
അനുഗ്രഹത്തെക്കുറിച്ചും അപാരമായ പദവിയെക്കുറിച്ചും മഹാനവറുകൾ തൻ്റെ മുരീദന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മഹാനവറുകളുടെ അള്ളാഹു താലയുടെ കൽപ്പന പ്രകാരം മാത്രമാണ്. അടുത്ത വരിയിലേക്കും കൂടി ഇതിൻ്റെ ഒരു നാലേ കിതാബേയും മറ്റുള്ള സുഹൃഫയും നായൻ അരുളാലെ ഓതിയുണർന്നോവർ. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ എന്നീ 4 വേദഗ്രന്ഥങ്ങളും മറ്റു അമ്പിയാക്കൾക്ക് ലഭിച്ച ഏടുകളും മഹാനവറുകൾ ഓതി ഉയർന്ന പദവി ലഭിച്ചിട്ടുണ്ട്. ഈ ഖുർആനിന് മുമ്പുള്ള വേദഗ്രന്ഥങ്ങൾ ഇന്ന് മാറ്റത്തിരുത്തലുകൾ വരുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. എന്നാൽ മഹാനവറുകൾ ഓതിയത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്. അതുകൊണ്ട് മഹാനവറുകൾക്ക് അള്ളാഹു തആല ഏതാണ് യഥാർത്ഥത്തിൽ ഉള്ളത് എന്നുള്ളത് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപ്രകാരമാണ് മഹാനവറുകൾ ഈ കിതാബുകളൊക്കെ ഓതിയത്. വേദാംബർ ഏകലാൽ ഖിർഖാവുടുത്തോവർ വെളുത്തിട്ട് നോക്കുമ്പോൾ അതിനെ കണ്ടോവർ. ഖിർഖ എന്നുള്ളത് ഔലിയാക്കളുടെ സ്ഥാനവസ്ത്രമാണ്. ഔലിയാക്കൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥാനവസ്ത്രത്തെയാണ് ഖിർഖ എന്നുള്ള പദം ഉപയോഗിക്കുക. മഹാനവറുകളുടെ ഖിർഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ്. റസൂലുള്ള നിർദ്ദേശിച്ചത് കൊണ്ടാണ് മഹാനവറുകൾ ഖിർഖ ഉടുത്തത്. ഇനി നമുക്ക് ഈ 8 വരി നമുക്ക് ഒന്നിച്ച് കൂടെ ചെല്ലാം. എല്ലാ ഫോളോതും മോദിച്ചാൽ ഓരോഭാഗം എൻ ഫോളോതെപ്പോഴോ ഉണ്ടെന്ന് ചൊന്നോവർ. കുഫിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാമാൻ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോവർ. എൻ്റെ വചനത്തെ പൊയ്യെന്ന് ചൊല്ലുകേ അപ്പോളെ കൊല്ലുന്ന നഞ്ഞ് ഞാനെന്നോവർ. അവരുടെ ദീനയും ശേഷം ദുനിയാവേയും ആഖിറം തന്നെയും പോക്കും അതെന്നോവർ. നൽനീനവെന്നെയോ രുത്തർ നീനച്ചെങ്കിൽ നായൻ ആദാബിനെ നെയ്താകുമെന്നോവർ. ഏകളുടെയവൻ ഏകളാരുളാലേ ഇത്തരം എത്തീരാ വണ്ണം പറഞ്ഞോവർ. 4 കിതാബേയും മറ്റുള്ള സുഹഫയും നായൻ അരുളാലെ ഓതിയുണർന്നോവർ. വേദാംബർ ഏകളാൽ ഖിർഖാവുടുത്തോവർ വെളുത്തിട്ട് നോക്കുമ്പോൾ അതിനെ കണ്ടോവർ. ബിൽഖുതുബി റബ്ബാനി വൽഗൗതി സ്വമദാനി നജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയോടൊപ്പം ഗൗസുൽ ആലമിനോടൊപ്പം നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന ദുആ നിങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.